സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമ ഹൃദി തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപരത്തിനായി കൊണ്ടിതാ വണങ്ങുന്നേൻ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുരശീതി തമോധ്യായ. 84-ാമത്തെ അധ്യായമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമന്ത പഞ്ചക തീർത്ഥത്തിൽ കൃഷ്ണനും മറ്റെല്ലാവരും അവിടെ എത്തുന്നു. അപ്പോൾ കൃഷ്ണനെ കാണാൻ അവിടെ ധാരാളം മുനിമാർ എത്തി. വസുദേവർ അവരോട് ചോദിച്ചു, ഏതുവിധം കർമ്മം ചെയ്താൽ കർമ്മബന്ധനം നശിക്കുമോ? അങ്ങനെയുള്ള ഉപായത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തരയണമേ. അപ്പോൾ മുനിമാർ പറഞ്ഞു, സകല കർമ്മങ്ങളുടെയും ഫലത്തെ ദാനം ചെയ്യുന്ന മഹേശ്വരനായ വിഷ്ണുവിനെ യാഗം കൊണ്ട് പൂജിച്ചാൽ കർമ്മനിവൃത്തി വരുത്താം. സകല കർമ്മങ്ങളും വിഷ്ണു പ്രീതിക്കായി സമർപ്പിക്കണം. യാഗങ്ങൾ കൊണ്ട് ദേവകടം തീർക്കണം. ഇപ്രകാരം മുനിമാർ പറഞ്ഞപ്പോൾ അവരെ ആചാര്യന്മാരായി ഇരിക്കണമെന്ന് വസുദേവർ അപേക്ഷിച്ചു. അപ്പം അങ്ങനെ അവരെ ഋത്വിക്കുകളായി വരിച്ചു. അവർ വസുദേവരെ കൊണ്ട് ആ പുണ്യസ്ഥലത്ത് വെച്ച് തന്നെ യാഗങ്ങൾ ചെയ്യിപ്പിച്ചു. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 27. ശ്രീശുകവാച ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്ധും മുനയോ ദധിരേ മനഃ. ഇതി അനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വ ആശ്രമാൻ ഗന്ധും മുനയോഹോ ദധിരേ മനഃ. രാജർഷേ, ഹേ രാജശ്രേഷ്ഠ, ഇത് ഇപ്രകാരം ദാശാർഹം കൃഷ്ണനെയും ധൃതരാഷ്ട്രരെയും യുധിഷ്ഠിരനെയും അനുജ്ഞാപ്യ അറിയിച്ചിട്ട് സ്വാശ്രമങ്ങളെ ഗമിക്കാനായിക്കൊണ്ട് മുനയഹ മുനികൾ മനഃ മനസ്സിനെ ദതിരെ ധരിച്ചു. അപ്പോൾ ഭഗവാനെ കാണാനായി മുനികൾ വന്നു, ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് അവര് പോകാനായിട്ട് അനുമതി ചോദിച്ചു. കൃഷ്ണനോടും ധൃതരാഷ്ട്രോടും ധർമ്മപുത്രരോടും യാത്ര പറഞ്ഞ് അവർ പോകാൻ ഒരുങ്ങി. ശ്രീശുകവാച ഇത്യനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ സ്വാശ്രമാൻ ഗന്ധും മുനയോ ദധിരേ മനഃ. ശ്ലോകം 28. തദ്വീക്ഷ്യ താൻ ഉപവ്രജ്യ വസുദേവോ മഹാശയാഃ പ്രണമ്യ ചോപസംഗൃഹ്യ ബിഭാഷേദം സുനിയന്ത്രിതഃ. തദ്വീക്ഷ്യ, അതിനെ കണ്ട്, താൻ ഉപവ്രജ്യ, താൻ അവരെ ഉപവ്രജ്യ സമീപിച്ചിട്ട് ഉപസംഗമ്യ പാദങ്ങൾ ഗ്രഹിച്ച് പ്രണമ്യ നമസ്കരിച്ചിട്ട് മഹാശയ മഹാകീർത്തിമനായ വസുദേവൻ സുയന്ത്രിഹിത ഏറ്റവും ഭക്തിയുള്ളവനായി ഇതിനെ ബഭാഷയെ പറഞ്ഞു. അപ്പോൾ മുനികൾ പോകാൻ പുറപ്പെട്ടപ്പോൾ വസുദേവർ ഓടിച്ചെന്നവരുടെ കാലിൽ നമസ്കരിച്ചിട്ട് അദ്ദേഹത്തോട് ഭക്തിയുക്തമായി അവരോട് ഇപ്രകാരം പറഞ്ഞു. തദ്വീക്ഷ്യതാനുപവ്രജ്യ വസുദേവോ മഹാശയ പ്രണമ്യ ചോപസംഗൃഹ്യ ബിഭാഷേദം സുയന്ത്രിതഃ. വസുദേവ ഉവാച. ശ്ലോകം 29. നമോ വാ സർവദേവേഭ്യ ഋഷയശ്രോതമർഹത കർമ്മണ കർമ്മ നിരാകാരോ യഥാസ്യാജ്ഞ തത് ഉച്യതാം. നമോ വഹ സർവദേവേഭ്യോ ഋഷയഃ.
അപ്പോൾ വസുദേവൻ അവരെ ഋഷിമാരെ എന്താന്നാണ് പറഞ്ഞത്? സർവ്വദേവേഭ്യോ, സർവ്വദേവന്മാരോടുകൂടിയ വക നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ എല്ലാ ദേവന്മാരെയും ഈ മുനികളെന്ന് പറയുന്നത് എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിന് തുല്യമാണ്. അതെങ്ങനെ ഉപനിഷത്തിൽ പറയും? യാവതീ ദേവതാത സർവവേദവിധി ബ്രാഹ്മണേ വസന്തി. അതായത് എത്ര ദേവതകൾ ഉണ്ടോ അവരെല്ലാവരും വേദമറിയുന്ന ബ്രാഹ്മണരിൽ വസിക്കുന്നു എന്നാണ്. അപ്പോൾ ബ്രാഹ്മണരെ നമ്മൾ നമസ്കരിച്ചാൽ എല്ലാ ദേവന്മാരെയും നമസ്കരിക്കുന്നതിന് തുല്യമാണെന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സർവദേവതേഭ്യ എന്ന് പറയുന്നത്. സർവദേവന്മാരോടുകൂടിയ വഹ നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. വസുദേവൻ പറയുകയാണ്, സർവ ദേവതാമയമങ്ങളായ നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ഋഷികളെ ശ്രോതും ശ്രവിക്കാനായിക്കൊണ്ട് കേൾക്കാനായിക്കൊണ്ട് അർഹത നിങ്ങൾ അർഹന്മാരാകുന്നു. ഞാൻ പറയുന്നത് ദയവായി നിങ്ങൾ കേൾക്കണം. യഥാകർമ്മണ, ഏതു വിധമായ കർമ്മത്താൽ കർമ്മനിർഹാര കർമ്മനാശം സ്യാത് സംഭവിക്കുമോ? അപ്പൊ ഈ കർമ്മബന്ധനങ്ങളെല്ലാം ഏതുവിധം കർമ്മം ചെയ്താൽ എല്ലാ കർമ്മബന്ധനങ്ങളും കർമ്മവാസനകളും ഇല്ലാതാകുമോ? അത് നഖ ഞങ്ങൾക്കായിക്കൊണ്ട് ഉച്യതാം, ഞങ്ങൾക്കായിക്കൊണ്ട് പറഞ്ഞു തരണം. അപ്പൊ കർമ്മവാസനകൾ ഏത് കർമ്മം ചെയ്താൽ കർമ്മവാസനകൾ നശിക്കും എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വസുദേവൻ ആ പോകാൻ ഒരുങ്ങിയ മുനികളോട് ചോദിക്കുകയാണ്. വസുദേവ ഉവാച നമോ വാ സർവദേവേഭ്യ ഋഷയാ ശ്രോതും അർഹത കർമ്മണ കർമ്മനിർഹാരോ യഥാ സ്യാജ്ഞ തദുച്യതാം. നാരദ ഉവാച ശ്ലോകം 30. ജ്ഞാതിചിത്രമിദം വിപ്ര വസുദേവോ ബുഭുത്സയ കൃഷ്ണം മത്വാർഭകം യജ്ഞ പ്രച്ഛതി ശ്രേയ ആത്മനഃ. അപ്പൊ അതിന് നാരദനാണ് മറുപടി പറഞ്ഞത്. നാരദൻ പറയുകയാണ്, ജ്ഞാതി ചിത്രം ഇതം വിപ്ര, ഹേ ബ്രാഹ്മണരെ, വിപ്രാഹ ഹേ ബ്രാഹ്മണരെ, വസുദേവൻ കൃഷ്ണനെ അർഭകം കുട്ടിയെന്ന് മത്വ വിചാരിച്ചിട്ട്. അപ്പൊ സർവേശ്വരനായ ഭഗവാനാണ് വസുദേവന്റെ പുത്രനായ കൃഷ്ണൻ. അപ്പോ വസുദേവൻ വിചാരിക്കുകയാണ് കൃഷ്ണൻ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ആത്മന തന്റെ ശ്രേയസിനെ ബുഭുത്സയ അറിയാനുള്ള ആഗ്രഹത്താൽ നഹ നമ്മളോട് പൃച്ഛതി ചോദിക്കുന്നു. ഇത് ന അതിചിത്രം, ഇത് അത്യാശ്ചര്യം അല്ല. അപ്പോ കൃഷ്ണൻ കുട്ടിയാണെന്ന് വിചാരിച്ച് വസുദേവർ നമ്മളോട് ചോദിക്കുകയാണ്. ശ്രേയോ മാർഗത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മളോട് ചോദിക്കുന്നു എന്ന സംഗതിയെക്കുറിച്ച് നിങ്ങൾ അത്യധികം ആശ്ചര്യപ്പെടുകയൊന്നും വേണ്ട എന്ന് നാരദൻ പറയുകയാണ്. നാരദ ഉവാച ജ്ഞാതിചിത്രമിദം വിപ്ര വസുദേവോ ബുഭുത്സയ കൃഷ്ണം മത്വാർഭകം യജ്ഞ പൃച്ഛതി ശ്രേയ ആത്മനഃ. ശ്ലോകം 31. സന്നികർഷോ ഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭ തത്രത്യോ യാതിശുദ്ധയെ. സന്നികർഷ സമീപസ്ഥിതി ഹി മർത്യാന മനുഷ്യർക്ക് അനാദരണ കാരണം, അനാദരത്തിലുള്ള കാരണമാകുന്നു. അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയൂലേ. അപ്പൊ എത്ര അറിയാവുന്ന ആളായിരുന്നാലും സ്വന്തം വീട്ടിലുള്ളവരെ അവരെ ആദരിക്കുകയില്ല, മറ്റുള്ളവരെ ആയിരിക്കും ആദരിക്കുന്നത്. ഇത് ഒരു പ്രകൃതി നിയമം തന്നെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെ അല്ലേ. അടുത്തുള്ള ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ ആരും ചിന്തിക്കുകയില്ല. ദൂരെയുള്ളവർ അവര് കൊള്ളാം ഇവര് കൊള്ളാം എന്നൊക്കെ എല്ലാവരും പറയും. അപ്പൊ അതുകൊണ്ട് നാരദനും പറയാണ്, സമീപത്തിരിക്കുന്ന ആളുകളെ മറ്റുള്ളവർക്ക് ഒരു ആദരവും കാണുകയില്ല. അത് സമീപത്തിരിക്കുന്നത് കൊണ്ടാണ്. ഹി നിശ്ചയം ശാർങ്ങം അംഭ ഗംഗാജലത്തെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് തത്രത്യ അവിടെയുള്ളവർ ശുദ്ധയെ ശുദ്ധിക്കായിക്കൊണ്ട് അന്യാംഭ അന്യജലത്തെ യാതീയത പ്രാപിക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഗംഗയുടെ അടുത്തുള്ളവരെന്ത് ചെയ്യും? ആ ഗംഗയാണ് എല്ലാവരെയും ശുദ്ധീകരിക്കുന്നത്. ഇവിടെ ഉള്ളവരൊക്കെ ഗംഗയിലോട്ട് പോകും. അപ്പൊ ഗംഗാസ്ഥാനത്തുള്ളവരെന്ത് ചെയ്യും? അവർ വേറെ തീർത്ഥസ്ഥാനങ്ങളിൽ പോകും. ആ ഗംഗയുടെ ആ മാഹാത്മ്യം
അവർ മനസ്സിലാക്കുന്നില്ല. അത് അടുത്ത് കിടക്കുന്ന നദിയല്ലേ, അപ്പൊ അതുകൊണ്ട് അവരത് മനസ്സിലാക്കാതെ ദൂരെയുള്ളതിനെ അന്വേഷിച്ചു പോകുന്നു. അതുപോലെയാണ് കൃഷ്ണൻ. സർവേശ്വരനായ കൃഷ്ണൻ ഉണ്ടായിട്ടും അത് അവർക്കത് ഇത്ര ആദരവൊന്നുമില്ല. അത് കുട്ടിയാണ്, തന്റെ മകനാണ് എന്നുള്ള ചിന്തയേ ഉള്ളൂ. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, സമീപത്തുള്ള വസ്തുവിനെ ആരും ആദരിക്കാറില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇപ്പൊ ഗംഗാ ജലത്തെ ഉപേക്ഷിച്ച് അതിന്റെ അടുത്തുള്ളവർ ദൂരെ പോകുന്നത് പോലെയാണ് ഇത്. സർവേശ്വരനായ കൃഷ്ണൻ അടുത്തുള്ളപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഇനി യാഗം ചെയ്യാൻ പോകുന്നത്? ശ്ലോകം 31. സന്നികർഷോ ഹിമർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭ തത്രത്യോ യാതി ശുദ്ധയേ. ശ്ലോകം 32. യസ്യാനുഭൂതി കാലേന ലയോ ഉൽപത്യാദിനാസ്യ വൈ സ്വതോ അന്യ അസ്മാശ്ച ഗുണദോ ന കുതഞ്ചന രിഷ്യതി. യസ്യ അനുഭൂതി കാലേന ലയ ഉൽപത്യ ആദിന അസ്യ. യസ്യ യാതൊരുവന്റെ അനുഭൂതി, അനുഭവജ്ഞാനം, കാലേന കാലം കൊണ്ടോ, അസ്യ ഈ ലോകത്തിന്റെ ലയ ഉൽപ്പത്തി ആദിന, ലയം ഉൽപ്പത്തി അതായത് സൃഷ്ടിസ്ഥിതി സംഹാരം കൊണ്ടോ, സ്വതഹ തന്നിൽ നിന്ന് തന്നെയോ, അന്യസ്മാത് അന്യനിൽ നിന്നോ, ഗുണത ഗുണത്തിൽ നിന്നോ, കുതഞ്ചന ഒന്നുകൊണ്ടും ന രിഷ്യതി നശിക്കുന്നില്ല. അപ്പൊ ശ്രീകൃഷ്ണൻ ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനം കാലം അധികം കഴിയുന്നത് കൊണ്ടോ, ലോകത്തിന്റെ ഉൽപ്പത്തി ലയാദികൾ കൊണ്ടോ, സ്വതവേ തന്നെയോ, അന്യൻ നിമിത്തമോ, ഗുണവ്യതികരം നിമിത്തമുണ്ടാകുന്ന രൂപാന്തര പ്രാപ്തി കൊണ്ടോ നശിക്കുന്നതല്ല. നിത്യജ്ഞാനം കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ജ്ഞാനസ്വരൂപനായ സർവജ്ഞനായ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. കാലം കൊണ്ടൊന്നും ഇത് നശിക്കുന്നതല്ല. ആ ബ്രഹ്മതത്വമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും കൃഷ്ണന്റെ പ്രഭാവം മനസ്സിലാക്കാതെ കൃഷ്ണന്റെ അച്ഛനായ വസുദേവർ നമ്മളോട് ചോദിക്കുകയാണ് എന്ന് നാരദൻ പറയുകയാണ്. യസ്യാനുഭൂതി കാലേന ലയോൽപത്യാദിന അസ്യ വൈ സ്വതോ അന്യസ്മാച്ച ഗുണതോ ന കുതശ്ചന രിഷ്യതി. ശ്ലോകം 33. തം ക്ലേശകർമ്മ പരിഭാഗ ഗുണപ്രവാഹൈർ അവ്യാഹതാനുഭവം ഈശ്വരമദ്വിതീയം പ്രാണാദിഭി സ്വവിഭവൈർ ഉപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈഃ. തം ക്ലേശകർമ്മ പരിഭാഗ ഗുണപ്രവാഹൈഃ. ക്ലേശകർമ്മ പരിഭാഗ ഗുണപ്രവാഹൈ, ക്ലേശങ്ങൾ, കർമ്മങ്ങൾ, പരിഭാഗങ്ങൾ, ഗുണപ്രവാഹങ്ങൾ ഇവയാൽ അവ്യാഹത അനുഭവം, നശിക്കപ്പെടാത്ത അനുഭവത്തോടു കൂടിയവനും, അതായത് ഭഗവാനെ ക്ലേശങ്ങളോ ദുഃഖങ്ങളോ സത്വാദി ഗുണങ്ങളോ ഒന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള നശിക്കപ്പെടാത്ത അനുഭവത്തോടു കൂടിയവനും, ഈശ്വരം അദ്വിതീയം, എല്ലാത്തിന്റെ നിയന്താവും, അദ്വിതീയം രണ്ടാമത് ഒന്നില്ലാത്തവനായ, അതായത് ഏകനായ, പ്രാണാദിഭി സ്വവിഭവൈർ ഉപഗൂഢമന്യോ, മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. അന്യൻ സാധാരണ ജനം സ്വവിഭവേ തന്റെ വിഭൂതികളായ പ്രാണാദിഭി പ്രാണാദികളാൽ ഉപഗൂഢം മന്യതേ മറയ്ക്കപ്പെട്ടവനെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ ആരും മനസ്സിലാക്കുന്നില്ല. എങ്ങനെയെന്ന് വെച്ചാൽ മേഘഹിമോ ഉപരാഗൈഹി, മേഘങ്ങൾ, മഞ്ഞുകൾ, ഗ്രഹണങ്ങൾ ഇവയാൽ സൂര്യം ഇവ, സൂര്യനെ എന്ന പോലെ. അപ്പോ സാധാരണ എല്ലാവരും എന്ത് പറയും? സൂര്യപ്രകാശമില്ലെങ്കിൽ സൂര്യബിംബം പൂർണ്ണമായി ഗ്രസിക്കപ്പെട്ടു, ഗ്രഹണത്തിൽ മറ്റു ഗ്രഹങ്ങൾ സൂര്യനെ വിഴുങ്ങി എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം നിമിത്തമുണ്ടാകുന്ന മേഘങ്ങൾ, മഞ്ഞുകൾ ഇവ സൂര്യനെ
മറയ്ക്കുന്നു. അപ്പൊ സൂര്യനിൽ നിന്നാണ് സൂര്യന്റെ ചൂട് തട്ടി വെള്ളം ആവിയായി പോയാണ് മേഘം ഉണ്ടായത്. പക്ഷെ ആ മേഘം തന്നെ സൂര്യനെ മറയ്ക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അത് യഥാർത്ഥമാണോ? അപ്പൊ ഈ മേഘങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ? അപ്പൊ നമുക്ക് പിന്നെ സൂര്യനെ കാണാൻ സാധിക്കുകയില്ല. അതുപോലെ കൃഷ്ണന് മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിവില്ലായ്മ കൊണ്ടാണ്. സൂര്യപ്രകാശമില്ലെങ്കിൽ സൂര്യബിംബം പൂർണ്ണമായി നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ സൂര്യൻ ഇല്ല എന്ന് വിചാരിക്കുന്നത് പോലെ ജനങ്ങൾ ഈ ഭഗവാന്റെ ആ മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ശരിക്കും ആരാണെന്ന് അറിയുന്നില്ല. ശരിക്കും മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നു. കാരണം എന്താണ്? മായ കൊണ്ടും ആവൃതമായിരിക്കുകയാണ്. സൂര്യനെ മേഘങ്ങൾ കൊണ്ട് ആവൃതമായിരിക്കുന്നത് പോലെ. പക്ഷെ സൂര്യൻ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുവോ? ഇല്ല. അതുപോലെ തന്നെ മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ പ്രഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം അത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനമറ നീക്കിയാൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. തം ക്ലേശ കർമ്മ പരിഭാഗ ഗുണപ്രവാഹൈർ അവ്യാഹത അനുഭവം ഈശ്വരം അദ്വിതീയം പ്രാണാദിഭി സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘ ഹിമോപരാഗൈഹി. ശ്ലോകം 34. അധോചിർമുനയോ രാജൻ ആഭാഷ്യാനകദുന്ദുഭി സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുത രാമയോഹോ. അഥ ഊജുഹു മുനയഃ രാജൻ ആഭാഷ്യ ആനക ദുന്ദുഭി സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥ ഏവ അച്യുത രാമയോഹോ. രാജൻ, ഹേ രാജാവേ, അത് അനന്തരം മുനയഃ മുനികൾ സർവേഷാം രാജ്ഞാം സകല രാജാക്കന്മാരും തഥാ ഏവ അപ്രകാരം തന്നെ അച്യുത രാമന്മാരും ശൃണ്വതാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആനകദുന്ദുഭി വസുദേവനെ ആപേക്ഷ സംബോധന ചെയ്തിട്ട് ഊജുഹു മറുപടി പറഞ്ഞു. രാജാവേ, മുനികൾ തമ്മിൽ കൃഷ്ണന്റെ മഹിമയെ ഈ വിധം കീർത്തിച്ച ശേഷം അവർ വസുദേവനെ സംബോധന ചെയ്ത് സകല രാജാക്കന്മാരും ബലരാമന്മാരും കേട്ടുകൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു. അധോ ഊജർമുനയോ രാജൻ ആഭാഷാനകദുന്ദുഭി സർവേഷാം ശൃണ്വതാ രാജ്ഞാം തഥൈവ അച്യുത രാമയോഹോ. ശ്ലോകം 35. കർമ്മണ കർമ്മ നിർഹാര യേഷ സാധു നിരൂപിതഃ യശ്രദ്ധയാ യജേദ് വിഷ്ണും സർവയജ്ഞേശ്വരം മഹൈഹി. കർമ്മണ കർമ്മ നിർഹാര യേഷ സാധു നിരൂപിതഃ സർവയജ്ഞേശ്വരം സർവയാഗഫലദാതാവായ വിഷ്ണുവിനെ യാഗങ്ങൾ കൊണ്ടും ശ്രദ്ധയോടുകൂടി യജിക്കുക. അപ്പൊ ആരെയാണ് യജിക്കേണ്ടത്? കർമ്മബന്ധങ്ങൾ ഇല്ലാതാക്കാൻ സർവയാഗങ്ങളുടെയും ഫലദാതാവായ വിഷ്ണുവിനെ യജിക്കുക എന്നത് യാതൊന്നോ യേഷ. ഇത് കർമ്മം കൊണ്ട് കർമ്മ നിർഹാക കർമ്മത്തെ നിവർത്തിക്കാനുള്ള ഉപായമാണ്. അപ്പോ ഭഗവാന് യാഗകർമ്മം ചെയ്തുകൊണ്ട് ആ കർമ്മബന്ധത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് സാധു വിരോധം കൂടാതെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ കർമ്മഫലദാതാവായ വിഷ്ണുവിനെ യജിച്ചാൽ സകല കർമ്മബന്ധങ്ങളും ഇല്ലാതാകും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രമാണമാണ്. അപ്പൊ ഇതിന് മറ്റാരെയും യജിക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഭഗവാന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ ജന്മമരണാദികൾ കാരണമായി വരികയില്ല എന്നും പറഞ്ഞു കൊടുക്കുകയാണ്. കർമ്മണ കർമ്മ നിർഹാര യേഷ സാധു നിരൂപിത യശ്രദ്ധയാ യജേദ് വിഷ്ണും സർവയജ്ഞേശ്വരം മഹൈഹി. ശ്ലോകം 36. ചിത്തസ്യോ ഉപശമോയം വൈ കവിഭി ശാസ്ത്രചക്ഷുഷ ദർശിത സുഗമോ യോഗോ ധർമ്മച്ചാത്മ ഉദാവഹ.
ചിത്തസ്യ ഉപശമഃ അയം വൈ ഇത് തന്നെ കവിഭിഹി കവികളാൽ ശാസ്ത്രചക്ഷുഷ ശാസ്ത്രമാകുന്ന കണ്ണുകൾ കൊണ്ട് ദർശിക്കപ്പെട്ട. അപ്പൊ ഇതെല്ലാം പൂർവ ആചാര്യന്മാർ അവരുടെ ശാസ്ത്രമാകുന്ന ദൃഷ്ടിയാൽ കണ്ടുപിടിക്കപ്പെട്ട മാർഗമാണ്. കണ്ണുകൾ കൊണ്ട് ദർശിക്കപ്പെട്ട ചിത്തസ്യ അന്ധകരണത്തിന്റെ ഉപശമം, നിയന്ത്രണം, ശമ ഉപായം, സുഗമ എളുപ്പമായ യോഗം, ആത്മമുദാവഹ നിനക്ക് തനിക്ക് പ്രീതിയെ ജനിപ്പിക്കുന്ന കർമ്മമാണ്. അപ്പൊ ചിത്തത്തെ നിയന്ത്രിക്കാനും കർമ്മ അനുഷ്ഠിക്കാനും ഏറ്റവും എളുപ്പമുണ്ട്. അതായത് വിഷ്ണുവിന് യാഗം നടത്തുക. അപ്പൊ തനിക്ക് പ്രീതി ഉണ്ടാകും. സകല വർണ്ണാശ്രമങ്ങളും അനുഷ്ഠിക്കേണ്ടതാ ഉത്തമധർമ്മവും ഇത് തന്നെയാണ്. വിഷ്ണു പ്രീതിക്കായി സകല കർമ്മങ്ങളും സമർപ്പിക്കുക. അത് പൂർവ ആചാര്യന്മാർ അവരുടെ ശാസ്ത്രദൃഷ്ടി കൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ചിത്തസ്യോപശമോയം വൈ കവിഭി ശാസ്ത്രചക്ഷുഷ ദർശിത സുഗമോ യോഗോ കർമ്മച്ചാത്മമുദാവഹ. ശ്ലോകം 37. അയം സ്വസ്ത്യേന പന്ഥ ദ്വിജാതേർഗൃഹമേധിന യശ്രദ്ധയാ ആപ്തവിത്തേന ശുക്ലേന ഇജ്യേത പൂരുഷഃ. അയം സ്വസ്ത്യേന പന്ഥ ദ്വിജാതേഹേ ഗൃഹമേധിനഃ. ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ദ്വിജാതേ ബ്രാഹ്മണർക്ക്, ദ്വിജാതിക്ക് ബ്രാഹ്മണർക്ക് ശുക്ലേന ശുദ്ധമായ ആപ്തവിത്തേന പ്രാപിക്കപ്പെട്ട ധനത്താൽ പൂരുഷഃ ഈശ്വരൻ ശ്രദ്ധയോടുകൂടി ഫലകാംക്ഷ കൂടാതെ യജിക്കണമെന്ന് ഏതെന്നോ അയം ഇത് സ്വസ്ത്യേനം ക്ഷേമത്തെ മംഗളത്തെ ഉണ്ടാക്കുന്ന മാർഗമാകുന്നു. അപ്പൊ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുന്ന ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാർ, ശൂദ്രന്മാർ, ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാർക്ക് ഇത് ക്ഷേമകരമായ മാർഗമാണ്. അവരെല്ലാം ന്യായമായ സ്വധർമ്മത്താൽ സമ്പാദിച്ച ധനം കൊണ്ട് സർവ അന്തര്യാമിയായ ഈശ്വരനെ ആരാധിക്കണം. അപ്പൊ ന്യായമായ മാർഗത്തിൽ സമ്പാദിച്ച ധനം കൊണ്ട് വേണം ഈശ്വരനെ ആരാധിക്കാൻ. അല്ലാതെ കള്ളക്കടത്തും ശരിയായ രീതിയിലല്ലാതെ ഉണ്ടാക്കിയ പണം കൊണ്ടുവന്ന് ഭഗവാനെ ആരാധിക്കാൻ പാടില്ല. പിന്നെ ഫലകാംക്ഷ കൂടാതെ ചെയ്യുന്ന ആരാധന കർമ്മബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ജന്മസാഫല്യത്തിൽ നൽകുന്ന സുഗമമായ മാർഗം. അപ്പൊ ബ്രാഹ്മണന് ശുദ്ധമായി കിട്ടുന്ന പണം എങ്ങനെയാണ്? അവര് വേദം പഠിപ്പിച്ചു കൊടുത്ത് യാഗങ്ങളൊക്കെ ചെയ്താണ് ബ്രാഹ്മണന് ശുദ്ധമായ സ്ഥലം കിട്ടുന്നത്. ക്ഷത്രിയർക്കോ യുദ്ധം, പ്രജാപാലനം അങ്ങനെയുള്ളതിൽ നിന്ന് ക്ഷത്രിയർക്ക് ധനം കിട്ടും. പിന്നെ വൈശ്യർക്കോ കൃഷി, പശു പരിപാലനം, വാണിജ്യം ഇവയിൽ നിന്ന് കിട്ടും. പിന്നെ ശൂദ്രനാണെങ്കിലോ ബ്രാഹ്മണ ശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്ന ധനം. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ധനം കൊണ്ട് എന്ത് ചെയ്യണം? ഭഗവാനെ യജിക്കുക. അയം സ്വസ്ത്യേന പന്ഥ ദ്വിജാതേർഗൃഹമേധിന യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനെ യുജ്യേത പൂരുഷഃ. ശ്ലോകം 38. വിത്തൈഷ്ണാം യജ്ഞദാനൈർ ഗൃഹൈർദാരസുതൈഷ്ണാം സുതൈഷണാം ആത്മലോകേഷണാം ദേവ കാലേന വിസൃജേദ്ബുധഃ ഗ്രാമേ തെക്തേഷണ സർവേ യയുർധീരാസ്ത തപോവനം. യയുർധീരാസ്തപോവനം. അപ്പൊ 3 തരം ഏഷണത്രയങ്ങൾ: വിത്തേഷണം, ദാരസുതേഷണം, ആത്മലോകേഷണം. 3 തരത്തിലുള്ള ഏഷണങ്ങൾ നമുക്കുണ്ട്. ബന്ധങ്ങൾ, കർമ്മബന്ധങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണ്? വിത്തേഷണം, വിത്തം ധനം, ധനത്തിലുള്ള അത്യാർത്തി. അപ്പൊ ധനം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള ആർത്തി, അതാണ് വിത്തം. വിത്തം എന്ന് വെച്ചാൽ ധനം, ധനത്തിലുള്ള ആർത്തി, ധനേഷണം. അതെങ്ങനെ പോവും?
യജ്ഞദാനൈ, യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും. അപ്പൊ ശരിയായ രീതിയിൽ സമ്പാദിച്ച പണം യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടുന്നതിൽ ഒരു ഭാഗം ദാനം ചെയ്യുക, യാഗം നടത്തുക. അങ്ങനെ പിന്നെ അടുത്ത് ദാരസുദേഷണം. ദാരം എന്ന് വെച്ചാൽ ഭാര്യയും മക്കളുമായിട്ടുള്ള ആ ബന്ധം. അത് ഗൃഹങ്ങൾ കൊണ്ട്, അതായത് ഗൃഹസ്ഥാശ്രമ ധർമ്മം നിർവഹിച്ചിട്ട് അതിനെ ഇല്ലാതാക്കണം. പിന്നെ കാലം കൊണ്ട് ആത്മലോകേഷണം, തനിക്ക് സ്വർഗപ്രാപ്തി വേണമെന്ന ആഗ്രഹത്തെ ഇല്ലാതാക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇപ്പൊ ധനത്തിന്റെ ഉപയോഗം, ധനമാണെങ്കിൽ ദാനങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് ധനത്തിലുള്ള ആശ കുറയ്ക്കണം. അല്ല ഒന്നിനും പൈസ ചെലവാക്കാതെ എല്ലാം കൂട്ടിവെച്ചിരുന്നാലാ ധനത്തിലുള്ള ആശ കൂടെയുള്ളൂ. അപ്പൊ അതാണ് വിത്തേഷണ. അതിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വിടാനുള്ള എളുപ്പമാർഗം അതാണ്. അപ്പോൾ ധനത്തിനോടുള്ള ആശ വെടിഞ്ഞിട്ട് സത്കർമ്മം ചെയ്ത് ശീലിക്കുമ്പോൾ വിത്തേഷണ നശിക്കും. ഇനി ദാരസുദേഷണ. ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുമ്പോൾ അപ്പോൾ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ശരിയായ രീതിയിൽ സമ്പാദിച്ച പണം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കാൻ, അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം എപ്പോഴും. അപ്പോൾ നമ്മളെ ഭാര്യ കുട്ടികൾ ഒക്കെ ഉണ്ട്. കുട്ടികളെ പഠിപ്പിച്ച് വിവാഹം കഴിച്ച് അവർ കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോവേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കഴിഞ്ഞാൽ അവസാന നിമിഷം വരെ മക്കളെ നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതിലുള്ള ആഗ്രഹം വിട്ടുപോവുകയില്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്നല്ല, അന്വേഷിക്കണം. പക്ഷെ കൂടുതലും മമതാബന്ധം പാടില്ല. അങ്ങനെ നമുക്ക് സുത ഏഷണം കുറയ്ക്കാം. പിന്നെ ലോകേഷണം. അപ്പോൾ സ്വർഗാദി ലോകങ്ങളൊക്കെ നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമുക്ക് കർമ്മത്താൽ സിദ്ധിച്ച ഈ ദേഹവും ലോകവും എന്ന പോലെ പുണ്യകർമ്മത്താൽ ലഭിക്കുന്ന സ്വർഗാദി ലോകവും നശിക്കും. അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മരിച്ച ശേഷം സ്വർഗാദി ലോകങ്ങളത്തെ പ്രാപിക്കണമെന്ന ആഗ്രഹത്തെ നമ്മൾ ക്രമേണ ഉപേക്ഷിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ ദേഹം നശ്വരമാണ്, നശിക്കുന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിലുള്ള ആസക്തിയും ഉപേക്ഷിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലോകേഷണ നശിക്കും. അങ്ങനെ 3 തരം ഏഷണത്രയങ്ങൾ ഇല്ലാതാക്കുക. ദേവേ വസ്ദേവ ബുധ വിദ്വാൻ വിസൃജയത്, ഉപേക്ഷിക്കണം. അപ്പൊ അറിവുള്ളവർ ഈ ഏഷണത്രയങ്ങളെ ക്രമേണ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഉപേക്ഷിക്കാനല്ല പറയുന്നത്. ക്രമേണ ഇതെല്ലാം ഉപേക്ഷിക്കുക. സർവേ ധീരാക, സകല ധീരന്മാരും ഗ്രാമത്തിൽ തെക്തേഷണ, ഉപേക്ഷിക്കപ്പെട്ട ഏഷണങ്ങളോടുകൂടി തപോവനത്തെ പ്രാപിച്ചു. അപ്പൊ വസുദേവ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഔത്സുക്യത്തെ അവയുടെ അനുഭവം കൊണ്ടും ശാസ്ത്രവിശ്വാസം കൊണ്ട് ഉപേക്ഷിച്ചാൽ പിന്നെ വിഷയത്തിൽ ആശ ഉണ്ടാവുകയില്ല. ധീരന്മാരായ വിദ്വാൻമാർ സകല വിഷയ ആശകളും ഉപേക്ഷിച്ചാണ് തപോവനത്തെ പ്രാപിച്ച് വൈരാഗ്യം അഭ്യസിക്കുന്നത്. പണ്ടുള്ള രാജാക്കന്മാരെ നോക്കണം. ഇപ്പോഴുള്ള ഭരണാധികാരി അങ്ങനെ ചെയ്യൂല. പണ്ടുള്ള രാജാക്കന്മാർ എന്ത് ചെയ്യും? രാജ്യമൊക്കെ നല്ല രീതിയിൽ ഭരിച്ച് ആ മക്കളെ ജനിച്ചു കഴിയുമ്പോൾ മക്കളെ വലുതായി മക്കളെ രാജ്യഭാരം ഏൽപ്പിക്കാറാകുമ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് അവർ പിന്നെ വനത്തിൽ പോയി സന്യസിക്കാൻ പോകും. അപ്പൊ അത് ക്രമേണ അവരെ മമതാബന്ധം എല്ലാം വിടുന്നു. വിത്തേഷണാം യജ്ഞദാനേ ഗൃഹൈദാരസുദേഷണാം ആത്മലോകേഷണാം ദേവ കാലേന വിസൃജേദ്ബുധ ഗ്രാമേ തെക്തേഷണ സർവേ യയുർധീരാസ്തപോവനം. ശ്ലോകം 39. ശ്ലോകം 39. ഹിരണൈർസ്ത്രിഭിർദിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യേന പുത്രൈ സ്ഥാനി അനിസ്തീര്യ ത്യജൻ പതേത്. ഇർണൈഹി ത്രിഭിഃ ദിജഃ ജാതഃ
ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞ അധ്യയന പുത്രൈ താനി അനിസ്തീര്യ ത്യജൻ പദേ. പ്രഭോ രാജൻ, ദ്വിജൻ ബ്രാഹ്മണൻ, ദേവ ഋഷി പിതൃണ. അപ്പൊ നമുക്ക് 3 തരത്തിലുള്ള കടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദേവകടം, ഋഷികടം, പിതൃകടം. ത്രിഭികീരണ 3 വിധത്തിലുള്ള കടങ്ങളോടുകൂടി ജാതക ജനിച്ചവനാകുന്നു. അപ്പൊ എല്ലാ പേർക്കും 3 തരത്തിലുള്ള കടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദേവകടം, ഋഷികടം, പിതൃകടം. യജ്ഞ അധ്യയന പുത്രൈഹി. അപ്പോ അതില് ഋഷികടം, ദേവകടം യജ്ഞം കൊണ്ട്, ഋഷികടം അധ്യയനം കൊണ്ട്, വേദങ്ങളും ഈ പുരാണങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതാണ് ഋഷികടം. പിതൃകടോ അടുത്ത സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച്, അങ്ങനെയാണ് പിതൃകടം വീട്ടേണ്ടത്. അതാണ് പുത്രന്മാരെ കൊണ്ട്. താനി അവയെ അനിസ്തീര്യ, അതിനെ അനുഷ്ഠിച്ച ശേഷം ത്യജൻ ഉപേക്ഷിക്കുക, പതേ, അതിനെ അനുഷ്ഠിക്കാതെ ഉപേക്ഷിക്കുന്നവൻ പതിക്കും എന്നാണ്. അപ്പൊ ഈ 3 കർമ്മങ്ങളും നമ്മൾ അനുഷ്ഠിച്ചേ പറ്റൂ, അല്ലാത്തവന് പതനം സംഭവിക്കും. അപ്പൊ നമുക്കുള്ള ആ 3 കടങ്ങൾ, ഋഷികടം, പിന്നെ അതാണ് ദേവകടം, പിതൃകടം, ഈ 3 കടങ്ങളും അനുഷ്ഠിച്ചില്ലെങ്കിൽ അവൻ അധപതനമാണ്. ഇർണൈസ്ത്രീഭിർദിജോ ജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയന പുത്രൈസ്താനി അനിസ്തീര്യ ത്യജൻപദേ. ശ്ലോകം 40. തം ത്വദ്യ മുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമതേ യജ്ഞൈർ ദേവ ഇർണം ഉന്മുച്യ നിർഋണോ അശരണോ ഭവാം. ത്വം തു അദ്യ മുക്തഃ ദ്വാഭ്യാം വൈ ഋഷി പിത്രോഹോ മഹാമതേ. ഹേ ബുദ്ധിമാനെ, ത്വം തു നീയാകട്ടെ, അവർ വസുദേവരുടെ പറഞ്ഞ നീയാകട്ടെ അദ്യ ഇപ്പോൾ ഋഷികളുടെയും പിതൃക്കളുടെയും ദ്വാഭ്യാം 2 വിധത്തിലുള്ള കടങ്ങളാൽ മുക്തഃ മോചിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഋഷികടവും അതുപോലെ തന്നെ പിതൃക്കളുടെ കടവും നീ ചെയ്തു കഴിഞ്ഞു. യജ്ഞൈഹി യാഗങ്ങൾ കൊണ്ട് ദേവർണം ദേവകടത്തെ ഉന്മുച്യ മോചിപ്പിച്ചിട്ട് നിർഋണ കടമില്ലാത്തവനായി അശരണ ഗൃഹത്തെ ഉപേക്ഷിച്ചവനായി ഭവിച്ചാലും. അപ്പൊ ഇനി നിനക്കുള്ളത് ദേവകടം തീർക്കുകയാണ്. അപ്പൊ അത് കൂടി തീർത്തതിന് ശേഷം നീ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ചു കൊള്ളുക. ത്വം ത്വദ്യ മുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർ മഹാമതേ യജ്ഞൈർദേവ ഇർണം ഉന്മുച്യ നിർഋണോ അശരണോ ഭവാം. ശ്ലോകം 41. വാസുദേവ ഭഗവന്നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച സ യദ്വാം പുത്രതാം ഗത. വസുദേവ, ഹേ വസുദേവ, ഭവാൻ അങ്ങ് പരമയ ഉത്കൃഷ്ടയായ ഭക്തിയോടുകൂടി ജഗദാം ഈശ്വരം ലോകങ്ങളുടെ നിയന്താവായിരിക്കുന്ന ഹരിയെ പ്രാർച്ച പ്രകർഷേണ പൂജിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങ് ഹരിയെ നേരത്തെയുള്ള ജന്മത്തിലൊക്കെ പൂജിച്ചിട്ടുണ്ട്. ന്യൂനം നിശ്ചയ അത് ഹേതുവായിട്ട് സഹ ഭഗവാൻ വാം നിങ്ങളുടെ പുത്രഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. അപ്പോ വസുദേവനും ദേവയും അവരുടെ നേരത്തെ ഉള്ള ജന്മത്തിൽ അവര് തപസ് ചെയ്ത് പുത്രഭാവത്തിൽ ഭഗവാൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പുത്രഭാവത്തിൽ ഭഗവാനെ കിട്ടിയത്. നേരത്തെ പറഞ്ഞു 3 ജന്മത്തില് ഭഗവാൻ അവർക്ക് പുത്രനായി ജനിക്കും. അവർ 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് 3 ജന്മത്തില് പുത്രനായിട്ട് ജനിച്ചു അവർക്ക് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. വസുദേവ ഭഗവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാർച്ച സയദ്വാം പുത്രതാം ഗതാ
ശ്ലോകം 42. ശ്രീശുകവാച ഇതി തേഷാം വച ശ്രുത്വാ വസുദേവോ മഹാമനാഹ താൻ ഋഷീൻ ഋദ്വിജോ വവ്രേ മൂർധ്ന ആനമ്യ പ്രസാദ്യ ച. ഇതി ഇപ്രകാരം തേഷാം വച അവരുടെ ആ മുനിമാരുടെ വാക്കുകളെ ശ്രുത്വ കേട്ടിട്ട് മഹാമനഃ വസുദേവ മഹാമനസ്കനായ വസുദേവർ താൻ ഋഷീൻ ആ ഋഷികളെ മൂർധ്ന ആനമ്യ ശിരസ്സുകൊണ്ട് നമസ്കരിച്ച് പ്രസാദ്യ ച സന്തോഷിപ്പിച്ച് ഋത്തികളായി വവ്രേ വരിച്ചു. എന്നിട്ട് അവരെ നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് യാഗം നടത്തി തരണം എന്ന് പറഞ്ഞ് അവരുടെ യാഗം നടത്താനുള്ള ഋത്തിക്കുകളായി അവരെ നിശ്ചയിച്ചു. ശ്രീശുകവാച ഇതി തേഷാം വച ശ്രുത്വാ വസുദേവോ മഹാമനാഹ താൻ ഋഷീൻ ഋദ്ധിജോ വവ്രേ മൂർധ്നാനമ്യ പ്രസാദ്യ ച. ശ്ലോകം 43. തയ്യേന ഋഷയോ രാജൻ വൃഥാ ധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഹൈർ ഉത്തമ കൽപ്പകൈഃ. തയേനം ഋഷയഃ രാജൻ വൃഥാ ധർമ്മേണ ധാർമ്മികം. വൃഥാത്തെ ഋഷിയ വരിക്കപ്പെട്ട, അതായത് ഋത്തുക്കളായി വരിക്കപ്പെട്ട ആ ഋഷികൾ രാജൻ ഹേ രാജാവേ ധാർമ്മികം ധർമ്മതൽപരനായിരിക്കുന്ന ഏനം ഇവനെ വസുദേവനെ ധർമ്മേണ ധർമ്മപ്രകാരം തസ്മിൻ ക്ഷേത്രേ ആ ക്ഷേത്രത്തിൽ, അതായത് സമന്തപഞ്ചക എന്ന തീർത്ഥ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുരുക്ഷേത്രത്തിൽ ഉത്തമ കൽപ്പകൈ ഉത്കൃഷ്ടങ്ങളായ മഹൈ യാഗങ്ങൾ കൊണ്ട് അയാജയൻ യജിപ്പിച്ചു. അപ്പോൾ അവർ ഋത്തികളായി ആ വസുദേവരെ കൊണ്ട് അവിടെ വെച്ച് യാഗം നടത്തിപ്പിച്ചു. ശ്ലോകം ഒന്നുകൂടെ. തയേനം ഋഷയോ രാജൻ വൃഥാധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഹൈരുത്തമ കൽപ്പകൈഃ. ശ്ലോകം 44. യത് ദീക്ഷയാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരസ്രജ സ്നാദാസുവാസസോ രാജൻ രാജാന സുഷ്ട്വലങ്കൃതാഃ. തദ്ദീക്ഷയാ അവന്റെ ദീക്ഷ പ്രവൃത്തയാം ആരംഭിച്ചപ്പോൾ, അപ്പൊ അതായത് യാഗത്തിന് വസുദേവനാണ് യജമാനനായിട്ടിരിക്കുക, വസുദേവന്റെ ഭാര്യമാരും വേണം. അപ്പൊ യാഗത്തിനുള്ള ദീക്ഷയിൽ ഏർപ്പെട്ടു. അവന്റെ ദീക്ഷ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്നാനം ചെയ്തവരും കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുവാസസ നല്ല വസ്ത്രം ധരിച്ചവരും പുഷ്കരസ്രജം താമരമാല ധരിച്ചവരുമായ വൃഷ്ണികളും സ്വഷ്ടു അലങ്കൃത നന്നായി അലങ്കരിച്ച രാജാക്കന്മാരും ഹേ രാജാവേ അവരെല്ലാവരും എന്ത് ചെയ്തു? യാഗശാലയിലേക്ക് വന്നു. അപ്പോൾ വസുദേവൻ യാഗത്തിനുള്ള ദീക്ഷയിൽ ഏർപ്പെട്ടു. പരമസന്തോഷത്തോടെ വൃഷ്ണികളെല്ലാം എന്ത് ചെയ്തു? കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രം ധരിച്ച് താമരദളം കൊണ്ടുള്ള മാലയൊക്കെ അണിഞ്ഞ് വസുദേവനോട് ഒരുമിച്ചുണ്ടായിരുന്ന രാജാക്കന്മാരും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എല്ലാവരും യാഗശാലയിൽ വന്നു ചേർന്നു. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയ പുഷ്കരസ്വജ സ്നാദാ സുവാസസോ രാജൻ രാജാന സുഷ്ട്വലങ്കൃതാഃ. ശ്ലോകം 45. തന്മഹിഷ്യസ്യ മുദിത നിഷ്കണ്ഠകണ്ഠ്യ സുവാസസ ദീക്ഷാശാലാം ഉപാജഗ്മുർ ആലിപ്ത വസ്തുപാണയഃ. തന്മഹിഷ്യഃ ച മുദിതാഃ നിഷ്കണ്ഠ്യഃ സുവാസസഃ ദീക്ഷാശാലാം ഉപാജഗ്മുഹു ആലിപ്ത വസ്തുപാണയഃ. തന്മഹിഷ്യ അവന്റെ ഭാര്യമാരും, അതായത് വസുദേവന് ഭാര്യമാര്, അവർക്ക് വസുദേവന് 18 ഭാര്യമാരുണ്ട്. ഭാര്യമാര് മുദിത സന്തുഷ്ടകളായി നിഷ്കണ്ഠകണ്ഠ്യ പതക്കം കണ്ഠത്തിൽ ധരിച്ചവരായി സുവാസസ നല്ല വസ്ത്രമെടുത്ത് ആലിപ്ത കുങ്കുമാദി ലേപനങ്ങളോടുകൂടി വസ്തുപാണയ പൂജാദ്രവ്യങ്ങൾ കയ്യിൽ ധരിച്ചവരായി ദീക്ഷാശാലയെ ഉപാജഗ്മുർ യാഗശാലയെ പ്രാപിച്ചു. വസുദേവ ഭാര്യമാര് 18 പേരും നല്ല കുളിച്ച് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരെന്ത് ചെയ്ത് ചന്ദനം കുങ്കുമം മുതലായ കുറുക്കൂട്ടുകൾ പൂശി പൂജാ സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് യാഗശാലയിലേക്ക് വന്നു. തന്മഹിഷ്യസ്യ മുദിതാം നിഷ്കണ്ഠ്യ സുവാസസ ദീക്ഷാംശാല ഉപാജഗ്മുർ ആലിപ്ത വസ്തുപാണയഃ. ശ്ലോകം 46.
മൃദംഗ പടഹ ശംഖഭേര്യാനഗാതയ നനുർനടനർത്തക്യ തുഷ്ടുഭൂസൂതമാഗതാഹ ജഗുസ്സു കണ്ട്യോ ഗന്ധർവ്യ സംഗീതം സഹഭർത്തൃകാഹ നേതുഹു മൃദംഗ പടഹ. അപ്പൊ അവിടെ വാദ്യങ്ങൾ മുഴക്കി, വാദ്യങ്ങളുടെ പേരാണ് നേതു എന്ന് വെച്ചാൽ മുഴക്കി. ഏതൊക്കെ വാദ്യങ്ങൾ? മൃദംഗം, പടഹം, ശംഖ, ഭേരി, ആനകം, ആദയ മുതലായവ വാദ്യങ്ങൾ മുഴക്കി. മൃദംഗ തുടങ്ങിയ വാദ്യങ്ങൾ മുഴക്കി. നനുർദുർ നടനർത്തക്യ, നടനർത്തക്യ നടന്മാരും നർത്തകളും നനുർദുഹു നർത്തനം ചെയ്തു. തുഷ്ടുഭു സൂതമാഗതാഹ സൂതന്മാരും ആഗതന്മാരും തുഷ്ടുഭു സ്തുതിച്ചു. ജഗുഹു സുകണ്ഠ്യോ ഗന്ധർവ്യ സുകണ്ഠ്യ സ്വരമാധുര്യമുള്ളവരായ ഗന്ധർവന്മാർ, ഗന്ധർവ്യ ഗന്ധർവ പാട്ടുകാരികൾ, സഹഭർത്തൃക ഭർത്താക്കന്മാരോടുകൂടി സംഗീതം ജഗു സംഗീതത്തെ ഗാനം ചെയ്തു. അപ്പോൾ ഗന്ധർവന്മാരും അവരുടെ ഭാര്യമാരും പാട്ടുപാടി. സൂതമാഗതന്മാർ സ്തുതിച്ചു, നടന്മാരും നർത്തകരും നർത്തനം ചെയ്തു. നേതർമൃദംഗ പടക ശംഖഭേര്യാനഗാതയ നനുർദുർ നടനർത്തക്യ തുഷ്ടുപുർസൂതമാഗതാഹ. ശ്ലോകം 47. തമ്മഭ്യഷിഞ്ചൻ വിധിവ അക്തം അഭ്യക്ത ഋദ്ധിജ പത്നീഭിർ അഷ്ടാദശഭി സോമരാജം ഇവോടുഭിഹി. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തം അഭ്യക്തം ഋദ്ധിജ വിധിവത് വിധിപ്രകാരം അക്തം നേത്രങ്ങളിൽ കൺമഷിയൊക്കെ എഴുതിയവനും അഭ്യക്തം സർവാംഗം വെണ്ണ പൂശിയവനുമായ തം അവനെ, അതായത് വസുദേവരെ, അഷ്ടദശാഭി പത്നിഭി 18 പത്നിമാരോടുകൂടി ഉടുഭി നക്ഷത്രങ്ങളോടുകൂടിയ സോമരാജ ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങൾക്ക് നടുക്ക് ചന്ദ്രനിരിക്കുന്നത് പോലെ ഈ ഭാര്യമാർക്ക് ചുറ്റും വസുദേവൻ വിളങ്ങി. ആ ഋത്തിക്കൾ വസുദേവൻ എന്ത് ചെയ്തു? അഭ്യഷിഞ്ചൻ അവന് അഭിഷേകം ചെയ്തു. തമ്മഭ്യഷിഞ്ചൻ വിധിവ അക്തം അഭ്യക്തം ഋത്തിജ പത്നീഭിർ അഷ്ടാദശഭി സോമരാജം ഇവോടുഭിഹി. ശ്ലോകം 48. താഭിർ ദുകൂലവലയൈർ ആരനൂപുര കുണ്ടലൈഹി സ്വലങ്കൃതാഭിർ വിഭവൗ ദീക്ഷിതോ അജിനസംവൃത. താഭിഹി ദുകൂലവലയൈഹി ആരനൂപുര കുണ്ടലൈഹി. ദുകൂലവലയൈ ദുകൂലങ്ങൾ വലയങ്ങൾ ഇവ കൊണ്ടും, അതായത് പട്ടുവസ്ത്രങ്ങൾ, കൈവളകൾ, ഹാരനൂപുര കുണ്ടലൈ ഹാരം, മാലകൾ, നൂപുരം ചിലമ്പുകൾ, കാൽച്ചിലമ്പുകൾ, കുണ്ടലം ഇവ കൊണ്ടും സ്വലങ്കൃത നന്നായി അലങ്കരിച്ച താപി അവരോടുകൂടി ദീക്ഷിത യാഗം ദീക്ഷിച്ചവനും അജിന സമൃദ്ധ, അതായത് മാനിന്റെ തോല്, കൃഷ്ണമൃഗത്തിന്റെ തോല് ധരിച്ചവനുമായി ബഹവ് വിശേഷമായി ശോഭിച്ചു. അപ്പോൾ പട്ടുവസ്ത്രങ്ങൾ, കൈവളകൾ, മുത്തുമാലകൾ, കാൽച്ചിലമ്പുകൾ, കർണാഭരണം ഇവയാൽ നന്നായി അലങ്കരിക്കപ്പെട്ട ആ വസുദേവന്റെ 18 ഭാര്യമാരോടുകൂടി യാഗം ദീക്ഷിച്ചു. കൃഷ്ണമൃഗത്തിന്റെ തോലാണ് വസുദേവൻ ഉടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ പത്നിമാരുടെ ഇടയിൽ വസുദേവൻ വിശേഷവിധിയിൽ പ്രകാശിച്ചു. താഭിർദുകൂല വലയൈർ ആരനൂപുര കുണ്ടലൈഹി സ്വലങ്കൃതാഭിർ വിഭവൗ ദീക്ഷിതോ അജിന സമൃദ്ധ. ശ്ലോകം 49. തസ്യർദ്ദിജോ മഹാരാജ രത്നകൗശേയ വാസസഹ സദസ്യ വിരേജുസ്തേ യഥാ വൃത്ര ഹണോ അധ്വരേ. തസ്യ ഇർത്തിജഃ മഹാരാജ ഹേ മഹാരാജാവേ, തസ്യ അവന്റെ തേ ഇർത്തിജ ആ ഇർത്തിക്കുകൾ വൃത്രഹന്താവിന്റെ വൃത്രനെ കൊന്നതാരാണ്? വൃത്രഹന്താവ് ഇന്ദ്രന്റെ,
അധ്വരേയത അധ്വരത്തിൽ യാഗം എന്ന പോലെ സദസ്യ സദസ്യന്മാരോട് കൂടിയവരും രത്ന കൗശേയ വാസസം രത്ന കൗശേയ പട്ടുവസ്ത്രങ്ങളോട് കൂടിയവരായി വിരാജിച്ചു. വസുദേവരുടെ ഋത്വിക്കുകളും സദസ്യരും ഇന്ദ്രന്റെ ഋത്വിക്കുകളെയും സദസ്യരെയും പോലെ വിശേഷ വസ്ത്രാഭരണം ധരിച്ച് ശോഭിച്ചു. അതായത് സ്വർഗലോകത്തില് അല്ലേ ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രൻ സ്വർഗലോകത്തില് എങ്ങനെയാണോ ആഭരണങ്ങൾ ഈ യാഗം നടത്തിയത് അതുപോലെ ഗംഭീരമായിട്ടാണ് വസുദേവരും യാഗം നടത്തിയത്. തസ്യ ഋദ്ധിജോ മഹാരാജ രത്നകൗശേയ വാസസ സദസ്യ വിരേജുസ്തേ യഥാ വൃത്രഹണോധ്വരേ. ശ്ലോകം 50. തഥാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിതൗ രേജതു സ്വസുധൈർധാരൈർ ജീവനേശൗ സ്വവിഭൂതിഭിഃ. തഥാ അപ്പോൾ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിത രേജതു സ്വസുധൈർധാരൈഃ ജീവേശൗ. സർവജീവന്മാരുടെയും ഈശ്വരന്മാരായ രാമഃ കൃഷ്ണഃ രാമനും കൃഷ്ണനും സ്വൈ അവരവരുടെ ബന്ധുക്കളോടും സ്വസുധൈ പുത്രന്മാരോടും ധാരൈഹി ഭാര്യമാരോടും സ്വവിഭൂതിഭി അവരുടെ ഭൂഷണങ്ങളോടും അന്യത ചേർന്നവരായി രേജതു ശോഭിച്ചു. അപ്പോ സകല ജീവരാശികളുടെയും ഈശ്വരന്മാരായ ബലരാമനും കൃഷ്ണനും അവരുടെ ആഭരണങ്ങൾ ആയുധങ്ങൾ ഇവയൊക്കെ ധരിച്ച് ബന്ധുപുത്ര ഭാര്യമാരോടുകൂടി അവിടെ ആ യാഗത്തിൽ ശോഭിച്ചു. തഥാ രാമശ്ച കൃഷ്ണശ്ച സ്വൈർബന്ധുഭിരന്വിതൗ രേജതു സ്വസുധൈർധാരൈർ ജീവേശൗ സ്വവിഭൂതിഭിഃ. നമുക്ക് ഇത്ര നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.